ഷൗക്കത്ത് ജയിക്കൂല, ഒരു കാരണവശാലും ജയിക്കില്ല. 2016 മത്സരിക്കുമ്പോൾ എങ്ങനെ 12,000 വോട്ടിന് അദ്ദേഹം തോൽക്കുന്നത്? ഇതിൽ നിന്ന് ഞാൻ പിന്മാറണമെങ്കിൽ ഞാൻ മരിച്ചു വീഴണമെന്ന് പറഞ്ഞു. ഞാൻ മരിച്ചിട്ടില്ലല്ലോ. LDF ആയാലും UDF ആയാലും BJP ആയാലും മറ്റ് രാഷ്ട്രീയ നേതാക്കളായാലും അവർക്കൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ്. VD സതീശൻ എന്ന വ്യക്തിയെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരച്ച വരയിൽ നിർത്തിയിരിക്കുകയാണ്. ഇന്ന് നമുക്കൊപ്പം ഈ റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറാണ്. നമസ്കാരം. എനിക്കൊപ്പം റോഷിപ്പാലും അഷ്കർ അലി കരിമ്പയും മുബഷീർ P അക്ബറും ഉണ്ട്. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. താങ്കൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ നിലമ്പൂരിലെ ആളുകളെങ്കിലും ഉറ്റുനോക്കുന്നത്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞതല്ലേ, മിനിയാന്നാണല്ലോ നമ്മൾ മത്സരിക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. VD സതീശൻ വാതിലടച്ച സമയത്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അതിൻ്റെ തലേ ദിവസം ഞാനിനി മത്സരിക്കാനില്ല, അവർ മത്സരിക്കട്ടെ എന്ന നിലപാടെടുത്ത് ഞാൻ നിർത്തിയതാണല്ലോ. സ്വാഭാവികമായിട്ടും പ്രത്യക്ഷത്തിലില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലാണോ UDF സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ സാധിക്കുക എന്ന സ്വാഭാവിക പിന്തുണ കൊടുക്കുക എന്നതാണ് അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം. ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ. തെരഞ്ഞെടുപ്പ് കഴിയട്ടെ. ഒരു VD സതീശൻ മാത്രമല്ലല്ലോ UDF, ബാക്കി എല്ലാവർക്കും ഈ കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള അനുഭാവം തന്നെയാണ് എന്നോട് രേഖപ്പെടുത്തിയതും ആത്മാർത്ഥത പ്രകടിപ്പിച്ച പലരുണ്ട്. അപ്പം അങ്ങനെ ആവാം, എൻ്റെ കയ്യിൽ കാശുമില്ല എന്ന് പറഞ്ഞ് നിങ്ങളോട് സലാം പറഞ്ഞ് പിരിഞ്ഞ ഞാൻ പിറ്റേ ദിവസം ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി ആളുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരാളോടും ഡിസ്കസ് ചെയ്യാതെ, സതീശൻ പറഞ്ഞ ഞാൻ എല്ലാവരോടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം, പത്രക്കാരായ നിങ്ങൾക്കും അറിയാം. ഒറ്റയടിക്ക് വാതിലടക്കുകയാണല്ലോ ചെയ്തത്. അപ്പോൾ പിന്നെ ഞാനെന്താ ഇരുട്ടത്ത് നിൽക്കണം? പിന്നെ എൻ്റെ വിഷയം എന്താണ്? ജനങ്ങളോട് ഈ കാര്യങ്ങൾ തുറന്ന് പറയുക എന്നുള്ളതാണ്. അന്ന് ആ തീരുമാനമെടുത്ത് ഇറങ്ങുമ്പോൾ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട്. ഇതിൽ നിന്ന് ഞാൻ പിന്മാറണമെങ്കിൽ ഞാൻ മരിച്ചു വീഴണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മരിച്ചിട്ടില്ലല്ലോ. മരിച്ചോ? ഞാൻ ജീവിച്ചിരിപ്പിക്കും. പക്ഷേ ഈ വാതിലടച്ച ശേഷവും താങ്കൾക്ക് മുമ്പിൽ ഓഫറുകളുമായി പലരും വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, UDF പ്രവേശനം ഉൾപ്പെടെ വെച്ചുകൊണ്ട്. നിങ്ങളിവിടെ വന്ന് ഈ ക്യാമറ സെറ്റ് ചെയ്യുമ്പോഴും ഫോൺ വന്നുകൊണ്ടിരിക്കില്ലേ? ഇന്നലെ രാത്രിയൊന്നും എന്നെ ഉറങ്ങാൻ വിട്ടിട്ടില്ല. രാത്രി 11:30-12 മണി വരെ വിളിച്ചിട്ടുണ്ട്. 12 മണി അടച്ച വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ അത് നല്ലവരായ UDFലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ. ഇന്നത്തെ ഒരു ദിവസം കൂടിയുണ്ട്, നിങ്ങൾ സഹകരിക്കണം, സതീശൻ മാത്രമല്ല എന്ന രീതിയിൽ എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞ അവസാന ഘട്ടത്തിലും UDF നേതൃത്വം അങ്ങനെ ഒരു ശ്രമം നടത്തുമ്പോൾ, അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത് PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം UDF നേതൃത്വത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു എന്നാണോ? അതൊന്നും എനിക്കറിയില്ല, അത് അവരാലോചിക്കട്ടെ. റോഷി ചോദിച്ച പോലെ ആശങ്കപ്പെടുത്തുന്നതുകൊണ്ട് 3 സീറ്റും UDF പ്രവേശനം ഉൾപ്പെടെ അവസാന ഘട്ടത്തിൽ താങ്കൾക്ക് ഓഫർ ചെയ്തെന്ന് മനസ്സിലാക്കുന്നു. അല്ല, അതിലും വലിയ ഓഫർ വന്നിട്ടുണ്ട്. ഘടകകക്ഷിയാക്കാമെന്നുള്ള വാഗ്ദാനം തന്നിട്ടുണ്ടോ? അതിലും വലിയ ഓഫർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് ഒറ്റ ഉത്തരേ പറഞ്ഞുള്ളൂ. ഞാൻ ജനങ്ങളോടൊരു വാക്ക് പറഞ്ഞൊരു വിഷയത്തിൻ്റെ മുകളിൽ തീരുമാനമെടുത്ത് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ ആ പറഞ്ഞ വാക്കുകൾ, മലയോര വിഷയം എനിക്ക് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്, പോലീസിലെ വിഷയം ഈ RSS വൽക്കരണം തടയേണ്ടതുണ്ട്. അത് ഇത്തരക്കാരുടെ കയ്യിൽ ആണ് ഇത് വരുന്നെങ്കിൽ ഈ നടത്തിയ പോരാട്ടം വെറുതെ വേസ്റ്റാവും. അവസാനമായിട്ട് ഞാനതാ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ഓഫറൊക്കെ ഓക്കെ, സമ്മതിച്ചു, ഞാൻ ഏറ്റു. അപ്പോൾ ഞാൻ ചോദിച്ചു, മുഖ്യമന്ത്രിയാക്കുമെന്ന് ചോദിച്ചു. മുഖ്യമന്ത്രിയാക്കൂ, അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് എനിക്കറിയാം. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും എനിക്ക് നിങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ പിന്തുണ നൽകാം. അല്ലാതെ ഇപ്പം ഈ RSS ADGP അജിത് കുമാറിനെ പ്രസിഡന്റ് അവാർഡിന് ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്തു. പറയട്ടെ, അവാർഡ് ചെയ്തു. ആ റെക്കമെൻഡ് ചെയ്ത സമയത്ത് ഞാൻ ഈ വാർത്ത വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിനെയും വിളിച്ചു. അത് പ്രതിഷേധിക്കണം, UDF അത് ഏറ്റെടുക്കണം. സുജിത് ദാസിനെ ട്രിവാൻഡ്രത്ത് റീഇൻസ്റ്റേറ്റ് ചെയ്തു. അദ്ദേഹം അറിഞ്ഞോ അറിയില്ല എന്ന് എനിക്കറിയില്ല, ഞാൻ വിളിച്ചറിയിച്ചു. ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ലല്ലോ, ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. PV അൻവർ പിണറായി സത്തിനെതിരെ ഏറ്റെടുത്ത് ജനങ്ങളെ ഒപ്പം നിർത്തി നടത്തിയ പോരാട്ടത്തിൻ്റെ കാറ്റൊഴിച്ചതാരാ?
ഈ UDF ചെയർമാനല്ലേ, ഏറ്റെടുത്തിട്ടില്ലല്ലോ. 2 സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയെന്നല്ലാതെ. അപ്പോൾ അവരുടെ കയ്യിലേക്ക് തന്നെ ഈ ആഭ്യന്തര വകുപ്പും ഇവിടെ ഈ പാട്ട് പാടുന്ന ഫോറസ്റ്റ് മന്ത്രിയുടെ അവസ്ഥയുള്ള മന്ത്രിമാരെയും വെച്ചാൽ എനിക്ക് ഈ ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം എന്നെ ആഭ്യന്തര വകുപ്പും ഈ പറയുന്ന ഫോറസ്റ്റ് വകുപ്പും തരികയാണെങ്കിൽ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കില്ലാൻ തീരുമാനിച്ചതോടുകൂടി താങ്കൾ മത്സരരംഗത്ത് സജീവമാവുകയാണ്. 75,000 വോട്ട് കിട്ടുമെന്നാണ് താങ്കളുടെ അവകാശവാദം. ഈ 75,000 വോട്ട് കിട്ടിയാൽ സ്വാഭാവികമായിട്ട് LDF UDF പരാജയപ്പെടും എന്നുള്ളതാണ്. ഇതിൽ ആരുടെ പരാജയമായിരിക്കും താങ്കളെ കൂടുതൽ സന്തോഷിപ്പിക്കുക? എം സ്വരാജിൻ്റെ? എനിക്ക് ഇതിൽ സന്തോഷമുണ്ടാകാൻ പോകുന്നത്, ഇത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിനും, LDF ആയാലും UDF ആയാലും BJP ആയാലും മറ്റ് രാഷ്ട്രീയ നേതാക്കളായാലും, അവർക്കൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ജനങ്ങളെ എന്തും ചെയ്യാം, എങ്ങനെയും മാനിപ്പുലേറ്റ് ചെയ്യാം, അവർ പാർട്ടിയുടെ മെമ്പർമാരോ വക്താക്കളോ ആണെങ്കിൽ. അപ്പോൾ ഞങ്ങൾ പറയുന്നിടത്തേക്ക് ജനങ്ങൾ വരും. അത് എന്ത് മോശപ്പെട്ട തീരുമാനം എടുത്താലും ജനങ്ങൾ വരും എന്നൊരു തോന്നൽ പ്രബുദ്ധ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത, പക്ഷെ അതും കേരളത്തിൽ ഉണ്ടായി വരികയാണ്. ഇവിടെ അതിന് ജനങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമാണ്. നേതാക്കന്മാർ, കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് അവരുടെ സ്വാർത്ഥമായ ഈ ചിന്താഗതികളെ തിരുത്താൻ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് മാതൃകയാകാൻ നിലമ്പൂരിലെ ജനങ്ങൾക്ക് കിട്ടിയ ഈ അവസരം അവർ ഉപയോഗിക്കും. സർക്കാർ പ്രതിനിധിയായ LDF സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പരാജയമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? അല്ല, ഞാൻ ജനങ്ങളുടെ വിജയമാണ് ആഗ്രഹിക്കുന്നത്. ആരുടെയും വിജയിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരാൾ പരാജയപ്പെടണമല്ലോ. തുടക്കം മുതൽ തന്നെ ഒരു നെക്സസ് കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് ഭരണ പ്രതിപക്ഷം തമ്മിൽ അങ്ങനെ ഒരു അവിഹിത ഇടപാട് നടക്കുന്നുണ്ടെന്ന് ആരോപണം ഉന്നയിച്ചതാണ്. ഇപ്പോൾ നിലവിൽ UDF ചെയർമാനായ പ്രതിപക്ഷ നേതാവിനെ മാത്രം അങ്ങനെ ആ ഒരു ഇടപാടിൽ സംശയിക്കാനുള്ള കാരണം എന്താണ്? എൻ്റെ അനുഭവങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അപ്പുറത്തുനിന്ന് വിട്ടുവന്ന്, സാധാരണ ഒരാൾ രാജിവെക്കുമ്പോൾ എന്താ ചെയ്യുക? അപ്പുറത്ത് നെഗോഷിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കിയിട്ടാണല്ലോ രാജിവെക്കുക. എന്നിട്ട് അവർ തന്നെ മത്സരിക്കുക. ഇതൊക്കെയാണല്ലോ നാട്ടിൽ നടന്നു പോലെ. ഞാനൊരാളോടും ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ. എനിക്കൊരു നാഥനില്ലാത്തതിൻ്റെ കാരണം എന്താ? ഞാൻ ഒരാളോടും ഡിസ്കസ് ചെയ്തിട്ടല്ല ഞാൻ രാജിവെക്കുന്നത്. ഞാൻ രാജിവെക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ രാജിവെക്കാൻ പോകുന്നു, നിങ്ങൾ എന്നെ സഹായിക്കണം എന്നൊരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല. അവർക്ക് ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് എൻ്റെ കാര്യത്തിലില്ല. അവർക്ക് ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ എന്നോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതുണ്ടായില്ല. അവർക്ക് ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ എന്നെ കൂടെ നിർത്തില്ലേ? അതല്ലേ വസ്തുത. താങ്കൾ ഈ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലൊക്കെ തന്നെ വിജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ വഴിക്കടവിൽ ഒരു കൺവെൻഷൻ നടന്നു, തണ്ണിക്കടവിൽ കൺവെൻഷൻ നടക്കാൻ പോകുന്നു. ഈ പറയപ്പെടുന്ന പ്രമുഖ മുന്നണികളെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഈ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രമുഖ മുന്നണികൾക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ വിജയമെന്നൊരു അവകാശവാദം ഉന്നയിക്കുന്നത്? അല്ല, അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ലോജിക്കലി ഇതാർക്കും ഫിറ്റ് ആവില്ല. ഇവിടെ PC തോമസ് ജയിച്ച സമയത്ത് ആർക്കെങ്കിലും അത് കണക്കൂട്ടാൻ സാധിച്ചിരുന്നു? അല്ല, PC തോമസ് നമ്മുടെ MP ലോക്സഭയിൽ സാധിച്ചിരുന്നോ? ഇല്ലല്ലോ. PC ജോർജും ജയിച്ചു. അന്ന് ഇത് ചർച്ച ഉണ്ടായിരുന്നു. PC ജോർജിന്റെ പോലെ ഒരു അത്ഭുതം നിലമ്പൂരിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അല്ല, ജനങ്ങൾ ഒരു അത്ഭുതം ഇവിടെ സൃഷ്ടിക്കും. മനസ്സിലായോ? PC തോമസ് എവിടെ എങ്ങനെ ജയിച്ചു, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ആ മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടാക്കി എന്നത് കേരളത്തിലെ അത് ജനമാണ്. മുല്ലപ്പൂ വിപ്ലവങ്ങൾ ഈ രാജ്യത്താകെ ആഞ്ഞടിച്ചില്ല 2011 ശേഷം. ഭരണകൂടത്തിനെതിരെ ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്ന ജനങ്ങളും പ്രതിപക്ഷത്ത് നിൽക്കുന്ന ജനങ്ങളും, അത് യുവാക്കളായിരുന്നു അത് ഏറ്റെടുത്തത്. ഇവിടെ നിലമ്പൂരിൽ നിങ്ങൾ കാണാൻ പോകുന്ന പൂരം യുവാക്കൾ ഇത് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഈ അൻവറിന്റെ പല രാഷ്ട്രീയ പാർട്ടികളിലേക്കുള്ള ഒരു ചുവടുമാറ്റം നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനതയിൽ ഒരു മടുപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എതിർദിശയിൽ നിന്നുള്ളൊരു വിമർശനം. അതിനോടുള്ളൊരു മറുപടി എന്താണ്? അതിൽ നിങ്ങളുടെയും എതിർദിശയിലെ നരേഷനാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേഷൻ. എന്താ? അൻവർ ഇന്ന് പിൻവലിക്കും. നമ്മൾ ഇന്നലെ കണ്ടു കാണപ്പെട്ട ജനങ്ങളിൽ, ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ ഭൂരിപക്ഷ ആളുകളും പറഞ്ഞ അതാണ്. ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്, അതാണ് ആളുകൾ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഈ UDF പ്രതീക്ഷിച്ചതാണ് PV അൻവർ ഘടകകക്ഷിയായി എത്താൻ പറ്റുമെന്ന്. പല കക്ഷികൾ, ഇപ്പോൾ കേരള പ്രവാസി അസോസിയേഷനെ അടക്കം UDF ഉൾപ്പെടുത്തിയാണ്. PV അൻവർ മുൻ MLA കൂടിയാണ്, വലിയ ജനസ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് ഒരു ദേശീയ പാർട്ടിയുടെ ഘടകം കേരളത്തിൽ രൂപീകരിക്കുന്നത് എന്തുകൊണ്ട് UDF-നകത്തേക്ക് ഉൾപ്പെടുത്താതിരുന്നു? എന്താണ് അവസാന ഘട്ടവും അവർ ഒരു തീരുമാനമെടുക്കാനുള്ള ആശയക്കുഴപ്പമുണ്ടാകാനുള്ള കാരണം എന്താണ്? ഒരു ആശയക്കുഴപ്പം അതിലില്ല. ഞാൻ പറയുന്നത് വസ്തുതാപരമാണ്. VD സതീശൻ എന്ന വ്യക്തിയെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരച്ച വരയിൽ നടത്തിയിരിക്കുകയാണ്. ഈ പറയുന്ന അദ്ദേഹം നിയമസഭ കാണണമെങ്കിൽ പിണറായി തീരുമാനമെടുക്കും.
ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ പറവൂരിൽ നിർത്തി, CPM-ന്റെ സ്ഥാനാർത്ഥിയെ നിർത്തി അദ്ദേഹത്തെ വെട്ടും. അദ്ദേഹത്തിൻ്റെ പുനർജനി ഫയൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ പ്രാഥമിക അന്വേഷണം നടത്തി നിൽക്കുകയാണ്. മുഖ്യമന്ത്രി ഒരു ഒപ്പിട്ടാൽ അത് അന്വേഷണത്തിലേക്ക് പോകും. പുനർജനി വിഷയം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം തന്നെ വിദേശത്തിരുന്നു കൊണ്ട് ഇറക്കിയ വീഡിയോ നമ്മൾ കണ്ടതാണ്. കണ്ടമാനം പൈസ എനിക്ക് തന്നിട്ടുണ്ട്, ഈ പൈസ ഞാൻ അവിടെ ഉപയോഗിക്കും. അപ്പോൾ വിദേശത്ത് നിന്ന് അദ്ദേഹത്തിന് പണം അദ്ദേഹം സ്വീകരിച്ചു എന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതാണ്. ഒരു FIR ഇട്ടാൽ പിറ്റേ ദിവസം ED അതിൻ്റെ മുകളിൽ ചോദ്യങ്ങളുമായി വരും. FIR ഇടാൻ വേണ്ടിയിട്ടാണ്, FIR ഇട്ടുന്ന ഒരു കേസിൽ EDക്ക് എന്താ പറയുക അന്വേഷണം നടത്താൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അത്രയും ഡയറക്റ്റ് എവിഡൻസ് വേണം. അപ്പം ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്ത ഈ ഒരു കേസിൽ നാളെ ED വരും, ഇവിടെ വിജിലൻസ് അന്വേഷണം നടത്തും, പറവൂരിൽ തോൽപ്പിക്കും. പിന്നെന്താ ചെയ്യുക? അൻവറിനെ ഒഴിവാക്കണം. അതിലപ്പുറം വേറെ ഒന്നുമില്ല റോഷി, വേറെ ഒന്നുമില്ല. പുനർജനി അടക്കമുള്ള കേസുകൾ ഉള്ളത് കൊണ്ട് അതിനെ ഭയന്ന് ഇങ്ങനെ പ്രതിപക്ഷ ഈ രണ്ട് കാര്യത്തെ ഭയന്നിട്ട് തന്നെയാണ്. അല്ല അദ്ദേഹത്തിന് എന്നോട് എന്താ വിരോധം? ഞങ്ങളുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഞാൻ പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹത്തോട് പബ്ലിക്കായി ഞാൻ ക്ഷമ ചോദിച്ചു. ഇവരാരെങ്കിലും പറഞ്ഞിട്ടാണോ? അത് കഴിഞ്ഞ് അതോട് വ്യക്തിപരമായി ഞാൻ കണ്ടപ്പോൾ ഈ കാര്യങ്ങൾ ക്ഷമ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് എന്താ പറയുക നല്ല രീതിയിൽ സന്തോഷമായി പിരിഞ്ഞതാണ് ഇതിൻ്റെ ഒരു 15 ദിവസം മുമ്പ്. പിന്നെ എവിടെയാണ് ഈ തകരാറ്? ഈ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ഇവിടെ ജയസാധ്യതയില്ലെന്ന് അങ്ങ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് പറയുന്നുണ്ട്, അതിന് തൊട്ടു പിന്നാലെയും പറയുന്നുണ്ട്. ജയസാധ്യതയില്ലെന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് ഇവിടെ സ്വാധീനമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്? അതോ അങ്ങയുടെ പലതരത്തിലുള്ള ബിസിനസ്സുകൾക്കുൾപ്പെടെ എതിരെ കേസ് കൊടുത്തുകൊണ്ട് നിയമ നടപടിയിലേക്ക് നീട്ടിക്കൊണ്ടുപോയത് ആര്യാടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണെന്നൊരു സംസാരം ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ വ്യക്തിവിരോധമാണെന്ന ഒരു അഭിപ്രായം ഒരു ഭാഗത്തുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ കാരണം ആര്യാടൻ ഷൗക്കത്തിനെ എതിർക്കാൻ? അത് ഈ കാര്യത്തെ എനിക്ക് അദ്ദേഹത്തോട് വിരോധമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അത് പിണറായിയും അദ്ദേഹം തമ്മിൽ വിരോധത്തിന് വെച്ച് അളക്കുമ്പം ഇതൊരു 5%, പിണറായി 95%. അദ്ദേഹം എനിക്കെതിരെ പണിയെടുത്തിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിനെതിരെ പണിയെടുത്തു. അതായത് 2016 തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു. പരാജയപ്പെട്ടതിനെ തുടർന്ന് അങ്ങേക്കെതിരെ ആര്യാടൻ ഷൗക്കത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. കക്കാടംപൊയിലെ പാർക്കാണെങ്കിലും തരിശു ഭൂമി വിവാദത്തിൽ ഉൾപ്പെടെ നിയമ നടപടിയിലേക്ക് കൊണ്ടുപോയതും കേസ് കൊടുത്തതും ആര്യാടൻ ഷൗക്കത്താണ്. അങ്ങനെയാണ്. അതിന് തിരിച്ച് ഞാനും കേസ് കൊടുത്തിട്ടുണ്ട്. അതവിടെ വിട്ടു. ഇവിടെ വിഷയം ഞാൻ ഇവരെ കൂടെ നിന്ന് മത്സരിച്ച് ഷൗക്കത്ത് തോറ്റാൽ എന്തായി? എന്താ നിങ്ങളാരും ചിന്തിക്കാത്തത്? തോറ്റാൽ PV അൻവർ അവസാനിച്ചു, പിണറായിസും അവസാനിച്ചു, ഈ പറയുന്ന ആന്റി ഇൻകംബൻസി അവസാനിച്ചു. ഫിനിഷ്, UDF ഫിനിഷാണ്. അല്ല, ഒരു മിനിറ്റ്, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു വേണം കേട്ടോ, പിന്നെയും ചോദ്യം ചോദിക്കല്ല. UDF ഫിനിഷാണ്. പിന്നെ ആ UDF കൊണ്ട് എന്താ ഞാൻ ഉയർത്തിയ മുദ്രാവാക്യത്തിന് എന്നർത്ഥം? ഷൗക്കത്ത് ജയിക്കൂല, ഒരു കാരണവശാലും ജയിക്കില്ല. 2016 മത്സരിക്കുമ്പോൾ എങ്ങനെ 12,000 വോട്ടിന് അദ്ദേഹം തോൽക്കുന്നത്? 21 പ്രകാശുവിനോട് മത്സരിക്കുമ്പോൾ 2,700 വോട്ട്, 9,000 വോട്ട് എങ്ങനെയാണ് കൂടിയത്? 2016 ഷൗക്കത്തിനോട് എതിർപ്പുള്ള കോൺഗ്രസിലെ പഴയ I ഗ്രൂപ്പിൽ നിന്ന് ഉൾപ്പെടെ അങ്ങേക്ക് വോട്ട് ലഭിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നോ? ഷൗക്കത്ത് വിരോധികൾ കോൺഗ്രസ്സുകാർ മാത്രമൊന്നുമല്ല. അവിടെ ആ പൊതുസമൂഹത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയും ആളുകൾ, സാധാരണക്കാരായ മനുഷ്യർ, വ്യാപാരികൾ, എല്ലാവരും വ്യക്തിപരമായിട്ട് ഇവരെയൊക്കെ അദ്ദേഹം നോയിച്ചിട്ടുണ്ട്. അപ്പം ജനങ്ങൾ അവിടെ ഒരു ഭീതിയോട് കഴിഞ്ഞ 2016 മുമ്പ് ഭീതിയോട് കഴിഞ്ഞ ജനങ്ങളാണ് ഈ പറയുന്ന നിലമ്പൂരിലുണ്ടായിരുന്നത്. സാധാരണ ജനങ്ങളെ കാര്യമല്ല പറയുന്നത്. കച്ചവടക്കാരായാലും വ്യാപാരികളായാലും ഡോക്ടർമാരായാലും IMA ആയാലും ഒക്കെ ഒരു അപ്രമാദിത്വം നിലനിർത്തിക്കൊണ്ട് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ CM ഒക്കെ വരുന്ന പോലെ വന്നിരുന്നു. നിങ്ങൾ നിലമ്പൂരിൽ നിന്ന് അന്വേഷിച്ചു. നിങ്ങൾ ഒരു മിനിറ്റ്, അതായത് CM വരുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യല്ലോ. അവിടുത്തെ മുനിസിപ്പാലിറ്റി ചെയർമാനായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം 2 സൈഡിലും പ്രവർത്തകർ നിന്ന് റോഡ് ബ്ലോക്ക് ചെയ്യും. ഒരു 2 മിനിറ്റ് നിലമ്പൂരിൽ നിന്ന് റോഡ് ബ്ലോക്കാണ്. എന്നിട്ട് രാജാവ് നഗരസഭാ അധ്യക്ഷനായിരുന്നപ്പോൾ അതിൻ്റെ വീഡിയോ ആണോ നിങ്ങൾക്ക്? അത് ഈ നാട്ടിലറിയാം. അപ്പോൾ ഒരു രാജാധിപത്യം അടിച്ച് ജനങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന പൊതുസമൂഹത്തിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഭയപ്പെടുന്നുണ്ട്. ഷൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ അത് എന്ത് ഘടകം സഹായിച്ചത് കൊണ്ടാകും എന്നുള്ളതാ പറയുന്നത്. അതിന് ആകാശം ഇടിഞ്ഞു വീഴണം. ഷൗക്കത്ത് വിജയിക്കണമെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴണം. പ്രശ്നമില്ലാന്ന് PV അൻവർ എന്നോട് ഈ പറഞ്ഞത് ഞാൻ ഈ പറയുന്നത്, ഞാൻ ഈ വെറുതെ പ്രാന്തായിട്ട് പറയും. എനിക്കിത് ഞാൻ 9 വർഷം ഇവരുടെ ഈ ഇടയിലൂടെ ജീവിക്കണമല്ലോ. വിജയത്തിന് വേണ്ടിക്കാണ് പോവുക. ഷൗക്കത്തിനോട് അന്ധമായ വിരോധം ഉണ്ടായാലും സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഷൗക്കത്ത് വിരോധം 5%, പിണറായി വിജയം 100-ൽ 95%. ഈ നിലപാട് എടുക്കുമ്പോൾ സ്വാഭാവികമായി അവിടെ M സ്വരാജ് വിജയിക്കാനുള്ള വഴിയൊരുങ്ങില്ലേ? 40%. അവിടെ ഒരു പിണറായിസും വിജയിക്കാൻ പോകുന്നില്ല. അവിടെ CPM-ന്റെ വോട്ട് നിങ്ങൾ കണ്ടല്ലോ ഈ പാർലമെന്റിൽ.
29,900 ചില്ലാനം. 30,000 കൂട്ടിക്കോ. ആ 30,000 സ്വരാജിന് അതിൽ നിന്ന് തന്നെ നല്ലൊരു പെർസെൻറ്റേജ് വോട്ട് എനിക്ക് വരും. നിങ്ങൾക്കറിയില്ല പിണറായിയുടെ കുടുംബാധിപത്യ വിരോധം ആ പാർട്ടിയിൽ, ഈ പറയുന്ന മുഹമ്മദ് റിയാസിൻ്റെ അപ്രമാദിത്വം ആ പാർട്ടിയിലെ സാധാരണക്കാരായ സഖാക്കൾക്കുണ്ടാക്കിയ ഇൻഫ്ലുവൻസ് എത്രത്തോളമാണ് പിണറായിക്കെതിരെയെന്ന് അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലല്ലോ. അത് നിങ്ങൾ അറിയാമോ? എനിക്ക് എൻ്റെ ഫോണിലല്ലേ കോൾ വരുന്നത്. ഞാനിപ്പോൾ 3 ഫോൺ വേറെ നമ്പർ എടുത്തിരിക്കുക സഖാക്കൾക്ക് വേണ്ടിയിട്ട്. അത് 3 സ്ഥലത്തെ ആളുകൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ CPM-ൽ നിന്ന് ഉൾപ്പെടെ അങ്ങേക്ക് പിന്തുണ ലഭിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ എവിടുന്നാ നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുക? CPM-ന്റെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ പോലും അങ്ങയുടെ കൂടെ നിർത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു എതിർ ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ പച്ച മലയാളത്തിലാണല്ലോ പറയുന്നത്. എൻ്റെ കൂടെ ഒരാളും ഉണ്ടാവില്ല. ഭയമല്ലേ? ആ പാർട്ടിയിലും ഉണ്ടാകാൻ കഴിഞ്ഞോ? ലോക്കൽ കമ്മിറ്റിയിലും ഉണ്ടാകാൻ കഴിഞ്ഞോ? പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഒരു സ്റ്റേറ്റ് പാർട്ടിയുടെ AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടനം ആരാ ചെയ്യുക? അത് ആ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി ഒരു ബാഗ് തൂക്കി ആ സഖാക്കളുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ നെഞ്ച് പൊട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? അത് ഇവിടുത്തെ CPM ആ അപ്രമാദിത്വമുള്ള പിണറായിയുടെ മുന്നിൽ നിലമ്പൂരിലെ വോട്ടർമാർ രംഗത്ത് വരുമോ? CPM-കാർക്ക് പൊതുവെ ഒരു വികാരം എന്ന് പറയുന്നത് CPM-നെയും LDF-നെയും PV അൻവർ ചതിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ചതിച്ചു എന്നൊരു ഇമ്പാക്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇംപ്രഷനാണ് ഉള്ളതെങ്കിൽ എങ്ങനെയാണ് CPM-കാർ PV അൻവർ ഇത്തവണ വോട്ട് ചെയ്യുക? അത് നേതാക്കന്മാർക്കല്ലേ. നിങ്ങൾക്ക് അന്നത്തെ കാര്യം അറിയാലോ. ഈ അജിത് കുമാറിനെതിരെ ഈ വിഷയങ്ങൾ ഞാൻ ഉന്നയിച്ച അവസാനം പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് എന്നോട് ആവശ്യപ്പെട്ടു, ഈ പബ്ലിക്കായി സ്റ്റേറ്റ്മെൻറ്റ് നടത്തരുത്. നിങ്ങളൊക്കെ വാർത്ത കൊടുത്താണല്ലോ, വാർത്താക്കുറിപ്പ് ഇറങ്ങിയാണല്ലോ. ഞാൻ മിണ്ടാതെ വീട്ടിലിരിക്കുകയാണല്ലോ. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ 2ാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നത്, എന്നെ കള്ളനാക്കുന്നത്. ഈ പറയുന്ന P ശശി ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട എൻ്റെ വിശ്വസ്തനാണ്. അദ്ദേഹത്തെ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഞാൻ അവജ്ഞയോട് കൂടി തല്ലുന്നു. അജിത് കുമാർ ഏറ്റവും നല്ല പോലീസ് ഓഫീസറാണ്, സത്യസന്ധനായ പോലീസ് ഓഫീസറാണ്. ആ ഭാഗം തീർന്നോ? പിന്നെന്താ പറഞ്ഞത്? ഈ കള്ളക്കടത്തുകാരെ സഹായിക്കുന്നത് അൻവറാണ് എന്ന നിലയിൽ നിങ്ങൾ ചോദ്യത്തിനകത്ത് ഉത്തരം പറഞ്ഞു. അന്ന് രാത്രി എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്കറിയോ? ഞാനെന്താ മണിക്കൂർ വെച്ച് മറുപടി പറഞ്ഞത്? അത് കൃത്യമായ പോലീസിൻ്റെ അജിത് കുമാറിൻ്റെയും ശശിയുടെയും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി അത് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നത് ഞാൻ. ഈ 153 കേസ് ഈ പോലീസ് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് എയർപോർട്ടിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ 153 പ്രതികളിൽ ഒരു 100ഓളം പ്രതികളെ ഞാൻ നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫോണിൽ മുഴുവൻ ഈ കോളുകളാണ്, അവരുമായി സംസാരിച്ച പല കാര്യങ്ങളും. ആ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി അന്ന് വൈകുന്നേരമാകുന്നതിന് മുമ്പ് PV അൻവർ അറസ്റ്റ് ചെയ്യപ്പെടും എന്നറിയാം നിങ്ങൾക്ക്? അത് പടച്ചവൻ വഹി എന്ന് പറയും, വെളിപാട് വരുന്ന പോലെ വന്നോണ്ടാ ഞാൻ ആ പത്രസമ്മേളനം നടത്തിയിട്ട് ആ ഫോൺ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ഇതാ ഈ നമ്പറിൽ ഞാൻ വിളിച്ചിട്ടുണ്ട്, ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ട്, ഇന്ന പ്രതിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സംസാരിച്ച പ്രതികളുടെ വീഡിയോ കേരളത്തിലെ ജനങ്ങളുടെയൊക്കെ ഞാൻ പുറത്തുവിട്ടു. അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് സെൻട്രൽ ജയിലില്ല. ഒരു തർക്കം നിങ്ങൾ ആരും കരുതണ്ട. മത്സരിച്ച് 75,000 വോട്ടിന് വിജയിക്കുമെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ വിജയിച്ചാൽ തന്നെ ഈ പറയുന്നത് പോലെ ഒറ്റയ്ക്ക് നിന്ന് പ്രതിപക്ഷത്തിൻ്റെയോ ഇല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കാതെ സ്വതന്ത്രമായി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ പ്രകാശത്തെ അവസാനിപ്പിക്കാൻ കഴിയും? ഇല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ഈ പ്രതിപക്ഷത്തിൻ്റെ താല്പര്യം എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും? ഈ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് അതിന് എന്തെങ്കിലും തടയിടാൻ കഴിയുമോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന VD സതീശൻ ചെയർമാനായി ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ UDF ഇല്ലാന്നാണ് പറഞ്ഞത് ആണല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ VD സതീശൻ UDF ചെയർമാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അല്ല, അത് അവർ തീരുമാനിക്കും. അദ്ദേഹം ആ പൊസിഷനിൽ ഇരിക്കുന്നിടത്തോളം ഞാൻ ഉണ്ടാവില്ല. ഇപ്പം അദ്ദേഹം വാതിലടച്ചല്ലോ. നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങളും UDF പ്രവർത്തകരും കൂടി ആ വാതിൽ ചവിട്ടി തുറക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒറ്റ കാര്യം അല്ലല്ല, മനസ്സിലായി. ഒരു മിനിറ്റ്. അടച്ച വാതിലേ നിലമ്പൂരിലെ UDF പ്രവർത്തകരും ജനങ്ങളും കൂടിയിട്ട് തള്ളി തുറക്കുവോ ചവിട്ടി തുറക്കുമോ എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കാണാം. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ ഒഴിവാക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് VD സതീശനെ ഒഴിവാക്കുക എന്നുള്ളതാണ് PV അൻവറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അല്ല, മുഖ്യമന്ത്രി ഈസ് ഗോയിങ് ഡൗൺ, തർക്കമില്ലാത്ത കാര്യം. അക്കോർഡിംഗ് ടു മീ അദ്ദേഹം ആളിക്കത്ത് എന്ന് പറയും, കെടാൻ നേരത്തുള്ള ആളിക്കത്തൽ. അദ്ദേഹം വലിയൊരു വടവൃക്ഷമാണ്. ഈ പറയുന്ന എന്താ പറയുക, വേരുകളൊക്കെ ഞെരിഞ്ഞമർന്ന് അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. മുകളിൽ കാണുന്ന പച്ചപ്പ് മാത്രമാണ്. ആ വടവൃക്ഷം ഈ 26-ൽ എന്താ പറയുക നിലം പൊത്തും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.
ആ പിണറായി വിജയനെ ഇറക്കി നിർത്തിയിട്ട് ആ കസേരയിലേക്ക് ഒരു മുക്കാൽ പിണറായി വിജയനെ കയറ്റിയിരുത്തണോ പി വി അൻവർ? ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ വളരെ ക്ലിയർ അല്ലേ? പിണറായി ഇറങ്ങുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് ഇറങ്ങണം. അല്ല, അങ്ങനെയൊന്നുമില്ല. പിണറായിയെ ഇറക്കുന്നത് ഈ കേരളത്തിലെ ജനങ്ങളുടെ മതേതര സ്വഭാവവും ഈ ഫോറസ്റ്റ് ഇഷ്യൂവും ഈ പോലീസുമൊക്കെ അവസാനിപ്പിക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ഈ പറയുന്ന എന്താ പറയുക, നമ്മുടെ സമരം നടത്തുന്ന സഹോദരിമാർക്ക് അവരുടെ ആവശ്യമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ സെറ്റിൽഡ് ആവണം ജനങ്ങളുടെ. അപ്പോൾ ഒരു എന്താ ഞാൻ പറയുന്നില്ല, പിണറായി ആയിട്ടുള്ള ഒരു സതീശനെ ആ കസാരയിൽ വീണ്ടും ഇരുത്തണോ? പൂർണ്ണ പരാജയമാണ്. ഒരേ സമയം പൂർണ്ണ പരാജയമാണ് പ്രതിപക്ഷ നേതാവ്. ഇനിയൊന്നും നിങ്ങൾക്ക് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല. അത്ഭുതമാണല്ലോ. ഇതേ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ പ്രതിപക്ഷ നേതാവിനെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തുടർച്ചയായി പി വി അൻവർ വാനോളം പുകഴ്ത്തിയിരുന്നത്. അവിടെ ആശുപത്രി ഉദ്ഘാടനത്തിന് വന്നപ്പോൾ അവിടെ ഡയാലിസിസ് സെൻ്റർ മെഷീനുകൾ നൽകുമ്പോഴൊക്കെ തന്നെ ഇതേ പ്രതിപക്ഷ നേതാവിനെ വേദിയിലിരുത്തി പി വി അൻവർ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ മാസങ്ങൾ കൊണ്ട് ഇല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് പി വി അൻവറിലുണ്ടാകുന്ന നിലപാട് മാറ്റത്തെ ആളുകൾ എങ്ങനെ കാണുന്നു? ജനങ്ങൾക്കത് മനസ്സിലാവും. എപ്പോഴാണ് പി വി അൻവർ നിലപാട് മാറുന്നത്? ഇപ്പോൾ വലിയ കൊള്ളയും കൊള്ളിവെപ്പൊക്കെ നടത്തിയ ചില ഡോണിനെ കുറിച്ച് നമ്മൾ കാണാറുണ്ട്. അദ്ദേഹം ഡോണാണെന്നില്ല നാട്ടുകാർ പിന്നെ അറിയാം. കാരണം ഈ കവർച്ച ചെയ്ത് കൊണ്ടുവരുന്ന പൈസയൊക്കെ നാട്ടിലെല്ലാം വിതരണം ചെയ്ത് സാമൂഹിക പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ അത് വളരെ വളരെ സ്നേഹത്തോടെ ഇരിക്കും. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം പിന്നീടാണ് മനസ്സിലാവുക. അങ്ങനെ വി ഡി സതീശൻ എന്ന വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായത് ഈ അവസാന ഘട്ടത്തിലാണ്. അദ്ദേഹത്തിന് നന്മകളുണ്ട്, അത് വേറെ ഭാഗം. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കണക്ക് കൂട്ടിയ എന്താ പറയുക ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാനൊരു പൊളിറ്റിക്കൽ സൈക്കോളജിയും മാസ് സൈക്കോളജിയും തിരിച്ചറിയുന്ന ആളാണ്. എൻ്റെ അടുത്ത് ഒരാൾ സംസാരിച്ച് പോകുമ്പം അവൻ തിരിഞ്ഞ് നടക്കുമ്പോൾ അവൻ്റെ പുറം കണ്ടാലറിയാം അവൻ്റെ മനസ്സിലെന്താണല്ലേ. ദൈവം എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ വളരെ ഡൗട്ട്ഫുള്ളായിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നിന്നിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ചുറ്റും നിന്നിരുന്ന പലരും, അദ്ദേഹത്തോട് എനിക്ക് വേണ്ടിയിരുന്ന സംസാരിച്ചിരുന്ന പലരും എനിക്ക് തന്ന ഫീഡ്ബാക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, തെറ്റാണ്. ആ പുറത്തേക്ക് കാണുന്ന അതുപോലെയല്ല. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ വാക്കുന്ന് മാറില്ല എന്നൊക്കെയായിരുന്നു എന്നെ ധരിപ്പിച്ചിരുന്നത്. അവസാനം എൻ്റെ കണക്കൂട്ടലുകൾ തെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയും ഇത്രയും ആളുകൾ ഇത്രയും കാര്യമെന്ന് പറയുമ്പം അതിലെന്തെങ്കിലും വസ്തുതയുണ്ടാകുമല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്താണ് എൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു, പ്രത്യേകിച്ച് വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ നടപ്പിലാക്കാൻ സർക്കാർ തന്നെ സഹായിച്ചില്ല. പലതരത്തിലുള്ള ആശയങ്ങളുണ്ടായിരുന്നു, അതിന് സർക്കാർ പിന്തുണച്ചില്ല. അതിന് കാരണം മുഹമ്മദ് റിയാസും ഇവിടെയുള്ള ജില്ലാ സെക്രട്ടറിയുമാണെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങ് MLA ആയിരുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന മലയോര ഹൈവേ, ജില്ലാ ആശുപത്രിയുടെ വികസനം, അതുപോലെ തന്നെ മലയോര മേഖലകളിലെ മറ്റു തരത്തിലുള്ള വികസനങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കിയെന്നൊരു അവകാശവാദം ആ ഒരു സമയത്ത് ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ രണ്ട് വാദങ്ങൾ തമ്മിലൊരു വിരോധാഭാസം നിലനിൽക്കുന്നില്ല. താങ്കളെന്നറിയാം, താങ്കളുടെ ചോദ്യങ്ങൾ എപ്പോഴും വേറെ ആർക്കോ വേണ്ടിയിട്ടാണ്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞാൽ 2016, 2021 ഏറ്റവും കൂടിയ പ്രവർത്തനങ്ങൾ നടത്താൻ എനിക്ക് സാധിച്ചിട്ടൊരു കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം ആരംഭിക്കുന്നത് 2021, 2026 ഭരണത്തിലാണ്. ആ ഭരണത്തിലാണ് ഈ തുടങ്ങി വെച്ച പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ സാധിക്കാത്തത്. ഈ പറയുന്ന ബൈപ്പാസ് എങ്ങനെ തടയപ്പെട്ടു എന്ന് ഞാൻ വിശദീകരിച്ചാണ്. ഈ മലയോര ഹൈവേ 3 കഷ്ണങ്ങളായി മുറിക്കപ്പെട്ടു. എവിടെ നടപ്പിലാക്കിയപ്പോൾ മുറിഞ്ഞു കിടക്കില്ലേ? മുണ്ടേരി പാത എവിടെ പോയി? എത്ര സ്ഥലത്ത് മുറിഞ്ഞു കിടക്കുന്നു. ഈ പറയുന്ന പോത്തുകല്ലിന്ന് ഈ എടക്കരയെ കണക്ട് ചെയ്യുന്ന റോഡ് അവിടെ മുറിഞ്ഞു കിടക്കില്ലേ? മുണ്ടേരിയിൽ നിന്ന് വയനാട്ടിലേക്കുള്ള റോഡ് അവിടെ മുറിഞ്ഞു കിടക്കില്ലേ? ഈ എന്താ പറയുക, കക്കാടംപൊയിൽ നിന്ന് നിലമ്പൂരിലേക്ക് ഇറങ്ങേണ്ട റോഡ് അവിടെ മുറിഞ്ഞു കിടക്കില്ലേ? കേരളത്തിൽ ഈ മലയോര ഹൈവേ മുറിഞ്ഞു കിടക്കുന്ന സ്ഥലം ഈ പറയുന്ന നിലമ്പൂരും അതിൻ്റെ പരിസരത്തേ ഉള്ളൂ. ഈ 2021 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മലപ്പുറത്ത് നിന്ന് 2 സ്വതന്ത്ര MLA-മാരുണ്ടായിരുന്നു. അതിൽ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുക എന്നുള്ള ഉറപ്പായിരുന്നു. താങ്കൾക്ക് ആ മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. വളരെ സുന്ദരമായ ചോദ്യം. നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സത്യം പറയുമെങ്കിൽ നിങ്ങൾ പോയി ചോദിക്കണം, എനിക്ക് ആ ഓഫർ ഉണ്ടായിരുന്നോ? 2021 ആ ഓഫർ ഉണ്ടായിട്ട് പാർട്ടി നേതൃത്വം എന്നോട് സംസാരിച്ചിട്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. കോടിയേരി സഖാവ് എന്നോട് സംസാരിച്ചു. കോടിയേരി സഖാവിനോട് സംസാരിച്ച ആളുകൾ ഇപ്പോഴും ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. അതിന് ശേഷം CM എന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, എൻ്റെ കച്ചവടങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണായിരിക്കുക CM. നിങ്ങൾക്കറിയാം, തിരഞ്ഞെടുപ്പിന് ഞാൻ വരുന്ന ആഫ്രിക്കയിൽ നിന്നാണ്. എൻ്റെ 18 വയസ്സുള്ള മകനെ ആഫ്രിക്കയിലേക്ക് പറഞ്ഞയച്ചിട്ട് ഞാൻ വരുന്നത്. ഇവിടുത്തെ ഈ കണ്ടു കാണപ്പെട്ട നേതാക്കന്മാരുടെയൊക്കെ മക്കളെവിടെയാണെന്ന് എനിക്കറിയാം. എൻ്റെ മോനിപ്പോൾ 21 വയസ്സാണ്. അവനെ ആഫ്രിക്കയിലെ വനാന്തരത്തിലെപ്പോഴും. ഞാൻ പറഞ്ഞു, ഞാനിതെല്ലാം ഈ കടവും കള്ളിയും വാങ്ങി എല്ലാ കാര്യങ്ങളും അവിടെയാണ്. ഇപ്പോൾ ഞാനത് ഏറ്റെടുത്ത പാർട്ടിക്ക് ഞാനൊരു ബാധ്യതയാവും. CM എന്നെ ഒഴിവാക്കി തരണം.
ഈ 2.5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഷിഫ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ വേണമെങ്കിൽ ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ shift അങ്ങനെ അങ്ങനെ കിട്ടിയില്ല പിരിഞ്ഞ് അങ്ങനെ പിരിഞ്ഞു. ഈ 2.5 കൊല്ലത്തെ ഷിഫ്റ്റ് വരുമ്പോൾ വീണ്ടും എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, അബ്ദുറഹ്മാൻ്റെ ആ വകുപ്പല്ലേ, അതിൽ വല്ല മാറ്റം വരുത്താനുണ്ടോ ചോദിച്ചു. ആ സംഗതിക്ക് മതവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് എന്നെ കൂട്ടിച്ചേർക്കരുത്, എനിക്കത് സാധ്യമായ കാര്യമല്ല. താങ്കൾക്ക് ഒരു ഇടപെടൽ നടത്താൻ പറ്റിയ വകുപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഈ 2.5 വർഷത്തിന് ശേഷം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമായിരുന്നു. അല്ല, 2.5 വർഷത്തിന് ശേഷം ആ പറഞ്ഞ ഓഫറിൽ ഈ ഒരു സംഗതി അല്ലാത്ത മറ്റേത് വകുപ്പ് വരികയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കുക. വനം വകുപ്പൊക്കെ തന്നിരുന്നെങ്കിൽ ഏറ്റെടുക്കും. വനം വകുപ്പ് തന്നിരുന്നെങ്കിൽ നമ്മൾ എന്താ പറയുക, തലയിൽ വെച്ച് നടക്കുമായിരുന്നു. അൻവറിന്റെ കാര്യം 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറഞ്ഞത്, അഥവാ താങ്കൾ പരാജയപ്പെടുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം നേരത്തെ നിലമ്പൂരിലെ ജനങ്ങൾ, ഞാനല്ലല്ലോ മത്സരിക്കുന്ന ജനങ്ങളാണല്ലോ. ഇത്രയും റിസ്ക് ആ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട്, എൻ്റെ ജീവൻ പോലും അപകടത്തിലാണ്, എല്ലാവർക്കും അറിയാം. ഈ പിണറായി വിജയൻ അങ്ങനെ ഒതുങ്ങി ഇരിക്കുമെന്ന് വിശ്വസിക്കുന്ന വിഡ്ഢിയൊന്നുമല്ല ഞാൻ. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മാഷാ അള്ളാ എന്ന് എഴുതിയ വണ്ടികൾ ഇനിയും വരാം, TP ചന്ദ്രശേഖരന്മാർ ഇനിയും ഉണ്ടാകാം. എൻ്റെ ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ പറയുന്ന ഈ ഉപതെരഞ്ഞെടുപ്പും ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ജീവനെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈ തിരഞ്ഞെടുപ്പ്. ആ ജീവൻ എൻ്റെ ഈ ജനങ്ങളുടെ കയ്യിലാണ്. അതിൻ്റെ മുകളിലും അവരെന്നെ കൈവിട്ടാൽ എനിക്കും ആലോചിക്കേണ്ടി വരില്ലേ, എൻ്റെ ജീവൻ എനിക്ക് നോക്കേണ്ടി വരില്ലേ? അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആത്മാർത്ഥമായി സത്യസന്ധമായി ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ആരാ പിണറായി ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നത്? ഇപ്പം എല്ലാവരും മലപ്പുറം ജില്ലയോടാണുള്ള സ്നേഹം, എന്തോ സ്നേഹം അങ്ങനെ പറയുന്നത് കേട്ടാൽ. ഇവിടെ ഈ പോലീസും ഈ നരനായിട്ടും ഈ ലോറിക്കാരെ പിടിക്കലും ഈ മണൽ വാരണ തൊഴിലാളികളെ ജയിലിലടക്കലും ഈ ടാപ്പിംഗ് തൊഴിലാളികളെ നിത്യേന മൃഗങ്ങൾ പിടിക്കലും ജില്ലയിലെ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഒന്നും മിണ്ടാത്ത ആളുകൾ കമിഴ്ന്ന് കിടന്നിട്ട് മലപ്പുറം ജില്ലയുടെ സ്നേഹം ഒഴുകുക. ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഈ പിണറായിസം ആരിവിടെ ഉയർത്തിക്കൊണ്ടുവന്നു? ആരാണ് പിണറായിസത്തിന് നിലകൊള്ളുന്നത്? ഈ പറയുന്ന LDFൻ്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം ഈ പിണറായിസത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ വക്താവാണ്, ആവർത്തിച്ച് പറയുന്നില്ല. ഇപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്, ഒരു പോസ്റ്റ് പോലും ഈ മലപ്പുറം ജില്ലയിലെ ഈ കോലത്തിൽ പോലീസ് അതിക്രമിച്ച് ഈ മനുഷ്യരെ പീഡിപ്പിച്ച് കേസിലടച്ച് താമർ ജെഫ്രിയെ പോലെയുള്ള ഈ പറയുന്ന റിമാൻഡിലിട്ട് ചവിട്ടിക്കൊന്നിട്ട് മിണ്ടാത്ത ഈ ആര്യാടൻ ഷൗക്കത്തിന് എന്ത് പിണറായിസം പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് എന്ന് ഈ ജനങ്ങൾ ആലോചിക്കൂലേ? PV അൻവർ കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി വിജയനെതിരെ, സർക്കാരിനെതിരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുകയും സമരരംഗത്തൊക്കെയുള്ള ഒരു പ്രസ്ഥാനമാണ് UDFും കോൺഗ്രസും ഒക്കെ. അപ്പോൾ താങ്കൾ ഒരു ഘട്ടത്തിൽ പിണറായിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ആ രാഷ്ട്രീയം കൂടി ഏറ്റെടുത്ത് അവർ തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ആ സ്വാഭാവികമായി PV അൻവറും ആ പോരാട്ടത്തിനൊപ്പം ചേർന്ന് പോവുകയല്ലേ വേണ്ടത്? എങ്കിലല്ലേ അൻവർ ഉയർത്തിയ രാഷ്ട്രീയം വിജയിക്കുകയുള്ളൂ. ആ പോരാട്ടത്തിൻ്റെ മുന്നിൽ നിർത്തുന്ന ആളാരാ? ആര്യാടൻ ഷൗക്കത്തല്ലേ? അദ്ദേഹം ഈ പിണറായിസത്തിൻ്റെ മറ്റൊരു ഒളിഞ്ഞ വക്താവല്ലേ? അതുകൊണ്ട് തന്നെയാണ് എതിർക്കപ്പെടുന്നത്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചത് കൊണ്ട് ഈ പിണറായിസത്തിനെതിരെ ഒരു ചുക്കും ചെയ്യാനില്ല, ഒരു മെസ്സേജും കൊടുക്കാനില്ല. പിണറായിസത്തെ ഒളിഞ്ഞും തെളിഞ്ഞും താലോലിച്ച് സ്ഥാനാർത്ഥിയായി നിൽക്കാൻ നടന്ന വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ആ ഷൗക്കത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന പിണറായിസത്തിന് എന്ത് വില, എന്ത് വാല്യൂ? അതുകൊണ്ടല്ലേ ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുകയും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാസ്ഥാനത്ത് നിന്ന് VD സതീശൻ മാറുകയും ചെയ്യുന്ന ഒരു കാലമാണോ താങ്കൾ സ്വപ്നം കാണുന്നത്? തീർച്ചയായിട്ടും ആ കാലത്തിലേക്കാ പോകുന്നത്. VD സതീശനെ ഈ പൊസിഷനിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട അത് ജനങ്ങളോട് കൂടി പറയാണ്. ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട. 2026 ഇവിടെ തിരിച്ചു വരിക എന്ന UDFൻ്റെയും കേരളത്തിലെ ജനങ്ങളുടെയും ലക്ഷ്യത്തിന് തടസ്സമിടുന്നത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരവും ധിക്കാരവും അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥതയാണ്. അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ UDFന് തിരിച്ചു VD സതീശൻ മാറിക്കഴിഞ്ഞാൽ മുന്നണി പ്രവേശനത്തിന് കോൺഗ്രസിൽ നിന്ന് താങ്കൾക്ക് ആരെങ്കിലും ഓഫർ നൽകിയിട്ടുണ്ടോ? VD സതീശൻ പ്രതിപക്ഷ നേതൃത്വം മാറിയാൽ താങ്കളെ UDFിൽ ഞങ്ങൾ അത് മാത്രമല്ലേ പ്രശ്നം? ഇതിനെന്തിനാ ഓഫറിന്റെ ആവശ്യം? താങ്കൾക്ക് മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഓഫർ ഉണ്ട്. അല്ല, ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ.
മഴ പെയ്താൽ വെള്ളം ഉണ്ടാവുന്ന ആർക്കാ അറിയാത്തത്? വി ഡി സതീശൻ വെയിൽ വന്നാൽ മാറണമെന്ന് ചൂടുണ്ടാവുന്ന ആർക്കാ അറിയാത്ത? അങ്ങനത്തെ ഒരു ചോദ്യത്തിൽ വി ഡി സതീശൻ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ചില നേതാക്കളെങ്കിലും താങ്കൾക്ക് പിറകിൽ ഉണ്ടാവും. വി ഡി സതീശൻ മാറണം എന്ന് ആഗ്രഹിക്കുന്നത്, പിണറായി സത്തെ തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളുണ്ട്. അതിൽ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാരുണ്ട്. പിന്നെന്താ? ലീഗിനും അത്ര ഒരു നിലപാടുണ്ട്. വി ഡി സതീശൻ UDF ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ളൊരു നിലപാട് ലീഗിനും ഉണ്ടോ? അല്ല, അതിപ്പോ ലീഗല്ലേ പറയേണ്ടത്. അതൊക്കെ എനിക്ക് മനസ്സിലാകുമല്ലോ മനുഷ്യന്മാർക്ക്. ആ മനസ്സിലാകലെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ലീഗിന്റെ ലീഡർഷിപ്പിന് മനസ്സിലായിട്ടുണ്ട്. ഒരു ഭാഗത്ത് ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടണം, വി ഡി സതീശൻ അതുവഴി ചെയർമാൻ സ്ഥാനം മാറണം എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് പിണറായിസം വിജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്യന്തികമായിട്ട് പിണറായിസമല്ല അവിടെ പിണറായിസം വിജയിക്കണമെന്നാണോ UDF ചെയർമാൻ മാറണമെന്നാണോ? പിണറായിസം കേരളത്തിൽ തകർന്നടിയാൻ പോകുന്ന നിലമ്പൂരില്ല. ആ പിണറായിസത്തെ ഈ കേരളത്തിലെ ജനതയുടെ മുന്നിലേക്ക് തുറന്നു വെച്ച് ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത PV അൻവറാണ് പിണറായിസത്തെ അവിടെ തടുക്കാൻ. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്താൻ പോകുന്നത് PV അൻവറാണ് അവിടെ വിജയിക്കാൻ പോകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ UDFന് ഏറ്റവും പ്രധാനികളായി PK കുഞ്ഞാലിക്കുട്ടി, K കരുണാകരൻ മുതൽ AK ആന്റണി, ഉമ്മൻചാണ്ടി, ആ കാലഘട്ടത്തിലൊക്കെ PK കുഞ്ഞാലിക്കുട്ടിയുടെ അഭിപ്രായത്തിന് ആ UDF മുന്നണിയിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി പലപ്പോഴായി ശ്രീ PV അൻവറിനെ UDFനൊപ്പം ചേർക്കണമെന്ന അഭിപ്രായം ഉയർത്തുമ്പോഴും ആ ഒരു സ്വീകാര്യത മുന്നണിക്കകത്ത് PK കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? അല്ല, അതാണ് 2026 ഇത് നടക്കില്ല, ഇദ്ദേഹമാണിത് നയിക്കുന്നതെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. അദ്ദേഹത്തെ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ധിക്കാരവും അഹങ്കാരവും അദ്ദേഹത്തിൻ്റെ തൻപ്രമാണിത്വവും അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥതയാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബഹുമാനപ്പെട്ട K കരുണാകരൻ്റെ കൂടെ മന്ത്രിയാവുമോ? വള്ളി ട്രൗസറിട്ട് നടക്കുന്ന പ്രായമാണ് വി ഡി സതീശന്. അന്ന് 10-12 വയസ്സുണ്ടാവും. മനസ്സിലായില്ലേ? ആ വി ഡി സതീശൻ ഈ പറയുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ വിരലിൽ എന്താ പറയുക, കീ ചെയിനിലിട്ടിട്ട് കറക്കാന്ന് പറഞ്ഞാൽ നടക്കുമോ? ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ വിഷയത്തിൽ അവസാനമായി ഫോൺ വിളിച്ചിട്ട് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഫോൺ അറ്റൻഡ് ചെയ്തില്ല എന്നാണ്. നിങ്ങൾ സ്വകാര്യത്തിൽ അന്വേഷിച്ചോ? ഒരു മിനിറ്റ്. എന്നിട്ട് അദ്ദേഹത്തെ കാണാൻ, ഈ വി ഡി സതീശനെ കാണാൻ, ഈ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യണമെന്ന ആഗ്രഹവും ഉത്തരവാദിത്വവും ഉള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തെ കാണാൻ വാഹനമെടുത്ത് അദ്ദേഹം താമസിക്കുന്ന ലോഡ്ജിലേക്ക് പോകേണ്ട ഗതികേട് ആ മനുഷ്യനുണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി? ഇതിങ്ങനെ ഞാൻ മനത്തറിയുമ്പോഴേ പറയും, കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിങ്ങൾ എനിക്ക് വേണ്ടി ഞാൻ ആരെയും കാല് പിടിക്കരുത് എന്ന് ഒരു വട്ടമല്ല പല തട്ട അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ വിട്ടേക്ക്, നിങ്ങൾ ഇങ്ങനെ കാല് പിടിക്കുന്നത് എനിക്ക് കാണാൻ വഴിയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതാവൊക്കെ പരസ്യമായി പറയുന്ന കാര്യം, വി ഡി സതീശനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ അല്ലെങ്കിൽ വി ഡി സതീശനെ മാത്രമായി ആക്രമിക്കാൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല. വി ഡി സതീശനും UDF നേതൃത്വം ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് എന്നുള്ളതാണ് എല്ലാ നേതാക്കളും പരസ്യമായി പറയുന്നത്. അല്ല, അതിപ്പോ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. വിജയം ഉൾപ്പെടെ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഉണ്ടായതാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് നിലമ്പൂരിലും ആവർത്തിക്കും എന്നുള്ളതാണ് അവരുടെ. പക്ഷേ നിലമ്പൂരിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വി ഡി റെഡി ആയിട്ടില്ല, തയ്യാറായിട്ടില്ല. പിന്നെ പറയാന്ന് പറയും ഇതൊക്കെ മുകളിലിരിക്കുന്ന ആൾക്കും അവിടുത്തെ ദുരൂഹതയുള്ളതും. ഒരു രാത്രി 12 മണിയോടുകൂടി താങ്കളെ കാണാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ വരുന്നു. വന്ന് സംസാരിച്ച് ഇറങ്ങിപ്പോകുന്നൊരു വീഡിയോ എങ്ങനെ പുറത്തു വരുന്നു. സ്വാഭാവികമായിട്ടും പിന്നീട് വരുന്നത് വി ഡി സതീശനും മറ്റു നേതാക്കന്മാരൊക്കെ ഞങ്ങൾ അറിഞ്ഞില്ല, അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ മാത്രം പോയതാണെന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും ഒരു MLAയും PV അൻവറിനെ കാണാൻ വരണമെങ്കിൽ അത് ഈ പ്രതിപക്ഷ പാർട്ടിയുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അറിയാതെ വരുമോ? ഇതൊക്കെ ഇത് കാണുന്ന കേൾക്കുന്ന നിലമ്പൂരിലെയും കേരളത്തിലും ജനങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ അതിന് ഇനി മറുപടി പറയാൻ ഞാൻ ആൾറെഡി ഇതൊക്കെ പറഞ്ഞു. ശ്രീ PV അൻവർ UDFന് ഒരു തലവേദനയെ അല്ല എന്ന് രാവിലെ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതുകയും രാത്രി അർദ്ധരാത്രിയോടെ PV അൻവർ വീട്ടിൽ വന്ന് കാണുകയും ചെയ്യുന്നു. എങ്ങനെയാ അതിനെയൊക്കെ വിലയിരുത്തുന്നത്? ഞാൻ വിലയിരുത്തുന്നില്ല, അതൊക്കെ ജനങ്ങൾക്ക് വിട്ടു. വാതിൽ അടച്ചു എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ LDFലേക്ക് എന്തായാലും പോകാൻ കഴിയില്ല, BJPയിലേക്കും പോകാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി PV അൻവർ അനാഥമായി എന്നുള്ളതല്ല വസ്തുത. എങ്ങനെ അനാഥമാവുന്നത്? PV അൻവറിന് അനാഥമാകണമെങ്കിൽ പടത്ത് റബ്ബ് തീരുമാനിക്കണം. ഈ പറയുന്ന ആളുകൾ, ഈ നേതാക്കന്മാരെല്ലാം തീരുമാനിക്കണം. രണ്ടാമത് നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനിക്കണം. സർവശക്തനായ ദൈവവും നിലമ്പൂരിലെ ജനങ്ങളും എന്നെ കൈവിടില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ട്രാറ്റജിയിൽ അനുഭവത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ എന്തിനാ അനാഥാവുന്നത്? നിലമ്പൂരിലെ ജനങ്ങൾ കൈവിട്ടാലും അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് ഉൾപ്പെടെ മത്സരിക്കാൻ സജീവമായിട്ടുണ്ട്. 23-ാം തീയതി കഴിയട്ടെ, അതിനുത്തരം അപ്പൊ പറയാം. ഏറ്റവും ഒടുവിലത്തെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ജനകീയ മുന്നണി രൂപീകരിച്ചായിരുന്നു. നഗരസഭ ആദ്യമായിട്ട് രൂപീകരിച്ചതിനു ശേഷം LDF ഭരണത്തിൽ വന്നത്. അതേ ജനകീയ അൻവറിന്റെ ഒരു പങ്കുമില്ല എന്നല്ലേ CPM-ന്റെ നേതാവ്? ഞാൻ പറയട്ടെ, അതേ ജനകീയ മുന്നണിയുടെ ഒരു പാറ്റേൺ ആണോ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംശയം? 9,000-ഓളം വീട്
നിലമ്പൂരിലെ മുനിസിപ്പാലിറ്റിയിൽ നടന്നു കയറിയവനാണ് ഞാൻ. അങ്ങനെയാണ് മുനിസിപ്പാലിറ്റി ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അവിടെ ഞാൻ വരുമ്പോൾ CPM-ന് 3 സീറ്റാണ് ഉള്ളത്, 4 സീറ്റ്, ഒരു സ്വതന്ത്രം അടക്കം. CPI-ക്ക് 2-3 സീറ്റ്, 7 എണ്ണം അല്ലത് ഈ 33-ൽ. മനസ്സിലായോ? ആ അവസ്ഥയിൽ നിന്ന് ആ മുനിസിപ്പാലിറ്റിയിലെ വീടുകൾ കയറിയിട്ട്, കാരണം മുനിസിപ്പാലിറ്റിയിലെ ഡെവലപ്മെൻറ്റ് പ്രവർത്തനം നടത്താൻ ഒരു നിലക്കും എനിക്ക് സാധിക്കില്ലായിരുന്നു. ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം മുനിസിപ്പാലിറ്റിയുടെ ഇടപെടൽ ഭയങ്കരമായിരുന്നു. ഷൗക്കത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ എന്താ പറയുക പ്രതിസന്ധിയിലാക്കുന്നത്. 9,000-ഓളം വീട് കയറിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കണം, ഈ നാടിൽ ഇവിടുത്തെ പ്രവർത്തനത്തിൽ ഇടപെടാൻ, നിങ്ങൾക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി തരാൻ, ആശുപത്രിയിൽ, സ്കൂളിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇദ്ദേഹം തടസ്സം നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റി നിങ്ങൾ തിരിച്ച് വോട്ട് ചെയ്തെങ്കിൽ എനിക്ക് ഈ ഡെവലപ്മെൻറ്റ് നടത്താൻ പറ്റുമെന്ന് പറഞ്ഞ് 9,000 വീട് ഏത് MLA കയറും? രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന വീട് കയറ്റം ഉച്ചക്ക് 11 മണി വരെ ഞാൻ കയറും. 11 മണി തൊട്ട് ഈ പറയുന്ന 2, 2:30, 3 മണി വരെ ഒന്ന് റെസ്റ്റ് ചെയ്യും. 3 മണി തൊട്ട് രാത്രി 10 മണി വരെ വീട് കയറും. ഒരു ദിവസം 600-ഉം 700-ഉം 800-ഉം വീട് കയറിയ ദിവസമുണ്ട്. ഞാൻ 2 മസിലും പൊട്ടിയിട്ട് നീക്കാപ്പെട്ടിട്ടായിരുന്നു നടന്നിരുന്നത്. അങ്ങനെ പിടിച്ചെടുത്തിട്ടാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വികസനങ്ങൾ ഞാൻ സാധ്യമാക്കിയത്. അപ്പം ഇപ്പോൾ പറയുന്ന അൻവറിന് ഒരു എന്താ പറയുക, രോമത്തിൻ്റെ പങ്കാളിത്തത്തിൽ ഇതൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് അറിയില്ല. PV അൻവർ ഏറ്റവും അവസാനം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആദ്യം മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു, പിന്നെ മത്സരിക്കുന്നു എന്ന് പറയുന്നു, ആദ്യം പണം കയ്യിലില്ല എന്ന് പറയുന്നു, അങ്ങനെ പല വിവാദങ്ങളുമായി, ഇല്ലെങ്കിൽ UDF-ലേക്ക് പോകും എന്ന് പറയുന്നു, പിന്നെ പോകില്ല, അങ്ങനെ പലവിധ ചർച്ച. യഥാർത്ഥത്തിൽ PV അൻവറിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പരക്കെയുള്ളൊരു സംസാരം. PV അൻവറിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചു, ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടോ PV അൻവറിന്? ഞാനതൊന്ന് വിശദീകരിക്കാം. ഇത് വിശദീകരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കണം. ഇത് ലൈവാണെന്ന് എനിക്കറിയില്ല. ഇതിൽ ഞാൻ പിണറായി വിജയനുമായിട്ടുള്ള ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നു, എനിക്ക് ഇറങ്ങി വരേണ്ടി വരുന്നു. എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട്. ഇതിന് നമുക്ക് ഒരു പ്ലാറ്റ്ഫോം വേണം. ഞാൻ ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം എന്താ ചിന്തിക്കുക, ആ പ്ലാറ്റ്ഫോമിലൂടെ ആളുകൾക്ക് എന്ത് ഗുണം ചെയ്യാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി വേണം. നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് തമിഴ്നാട്. ഏകദേശം 35 ലക്ഷം മലയാളികൾ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും DMK-യുമായി ഒരു ധാരണയുണ്ടായി. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക, സെക്യുലറിസത്തിന് വേണ്ടി BJP-ക്കെതിരെ നിലകൊണ്ട ഒരു നേതാവ് കൂടി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആ നിലക്ക് അങ്ങനെ ഒരു സാധ്യതയാണ് ഞാൻ ആദ്യം തേടിയത്. അതിനവർ വളരെ അനുകൂലവുമായിരുന്നു. പക്ഷെ അവിടെ എന്ത് ചെയ്തു, പിണറായി വിജയൻ കടക്കൽ കത്തിവെച്ചു. അതാണ് ആദ്യത്തെ വിഷയം. പിന്നെ ഞാൻ അടുത്ത ആൾട്ടർനേറ്റീവ് ആലോചിക്കുമ്പോൾ പിന്നെ എനിക്ക് എന്താണ് മാർഗം? പിണറായി വിജയനും ഇടപെട്ടാലും കോൺഗ്രസ് ലീഡർഷിപ്പ് ഇടപെട്ടാലും എന്നെ സ്വീകരിക്കാൻ ശേഷിയുള്ള ത്രാണിയുള്ള ഒരു ലീഡർഷിപ്പിനെയാണ് പിന്നെ ഞാൻ അന്വേഷിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത് മമതാ ബാനർജിയേ ഉള്ളൂ. പിണറായി വിളിച്ചിട്ട് കാര്യമില്ല, കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് വിളിച്ചിട്ടും കാര്യമില്ല. അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ അവർ ആത്മാർത്ഥമായി ഇപ്പം ഈ VD സതീശൻ ചെയ്ത പണി അവർ ചെയ്യില്ല എന്ന് എനിക്കറിയാം. അപ്പം ഒരു ഉറച്ച ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന നല്ലൊരു പഴയകാല കോൺഗ്രസ്സുകാരി, ഒരു തൃണമൂൽ കോൺഗ്രസ്, ഇപ്പോഴും പാവപ്പെട്ടവർക്കുള്ള പോരാട്ടം നടത്തുന്ന ഇന്ത്യയിലെ 3ാമത്തെ ഏറ്റവും വലിയ പാർട്ടി, 42 MP-മാർ, ഒരു മുഖ്യമന്ത്രി, 190 MLA-മാർ, 1-2 സംസ്ഥാനങ്ങളിൽ അത്യാവശ്യമുണ്ട്. ആ പാർട്ടിയെ ഞാൻ സെലക്ട് ചെയ്തു. ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു മനുഷ്യൻ താഴേക്ക് വീഴുമ്പോൾ എല്ലാ ചില്ലകളും കൊമ്പും പിടിച്ചു നോക്കൂലേ? പിടിക്കുന്നത് പലതും ഇടിഞ്ഞു വീഴുന്നു, അവസാനം മരത്തെ പിടിക്കൂലേ? അല്ല, ഞാൻ എന്ത് ചെയ്യും? ഞാൻ എവിടെയാ വാക്ക് മാറ്റിയത്? ഞാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും ഇവർ ഒരുമിച്ച് നിന്നല്ലേ. ഈ പിണറായിയും ഒരുപക്ഷെ സതീശനുണ്ടാവും അതിൽ, ഇപ്പോഴെനിക്ക് തോന്നുന്നു. ഇതിന് വാക്കുമാറ്റം എന്നല്ല, കുറച്ച് വൈകാരികമായി പോകുന്നുണ്ടോ എന്നാണ്. അല്ല, വൈകാരികത എൻ്റെ രീതി. എനിക്കെന്താ അറിയോ, എനിക്ക് സത്യസന്ധമായി പറയാം, എന്ന് വളഞ്ഞു തിരിഞ്ഞ് പറയുക. രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടതാണല്ലോ, അഡ്ജസ്റ്റ് ചെയ്യുക, ഹലോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുക, എന്നിട്ട് പോയിട്ട് നായിൻ്റെ മോനെ എന്ന് പറയാ. മനസ്സിലായില്ലേ? അല്ല, ഇത് സത്യം. എനിക്കാതൊന്നും കഴിയില്ല. ഞാൻ ആ രാഷ്ട്രീയം ഞാൻ പഠിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് വൈകാരികമായി തോന്നും, അതൊരു വസ്തുതയാണ്. എൻ്റെ കുഴപ്പതാണ്, അതും എനിക്കറിയാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം. അതായത് അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു, കേരളത്തിലെ യുവാക്കളൊക്കെ തന്നെ പൊരിച്ച ഐസ്ക്രീം കഴിച്ച് നടക്കുകയാണ്, കുഴിമന്തി കഴിച്ച് നടക്കുകയാണ്. ഇപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ച് യുവാക്കളുടെ വലിയൊരു വോട്ടുണ്ട്. രാഷ്ട്രീയവാദികളായിട്ടുള്ള ഈ യുവാക്കളുടെ ഒരു പിന്തുണ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ യുവാക്കൾ അതേ സ്ഥിതിയിൽ തന്നെയാണ് ഇപ്പോഴും? 100%. ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങൾ ഈ മന്തി കഴിച്ച് പൊരിച്ച ഐസ്ക്രീം കഴിച്ച് ഈ മൊബൈൽ ഫോണിൽ നോക്കിയിരുന്ന് ജീവിതം കഴിക്കരുത്. നിങ്ങൾ ചുറ്റുപാടിലേക്ക് കണ്ണോടിക്കണം. എന്താണ് ഒറ്റ കാര്യം കൂടി ഞാൻ കേരളത്തിലെ യുവാക്കളോട് നിങ്ങളുടെ ഇൻഫർമേഷൻ പറയാം. ലോകത്ത് ഏറ്റവും ചീപ്പായിട്ടുള്ള ഇൻ്റർനെറ്റ് കിട്ടുന്ന, അമേരിക്കയെക്കാളും ചീപ്പായിട്ടുള്ള ഇൻ്റർനെറ്റ് കിട്ടുന്ന
രാജ്യം ഇന്ത്യയാണ്. ആദ്യം നിങ്ങളത് മനസ്സിലാക്കണം. അമേരിക്കയിലെ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ജനത നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ട്. ഇവിടെ എല്ലാത്തിനും വില കൂടുതലാണ്. വൈ ഇത് ഇൻ്റർനെറ്റ് ഈസ് സോ ചീപ്പ് ഇൻ ദ വേൾഡ്. അതാണ് മോഡിയുടെ ഐക്യു. മനസ്സിലായോ? ഇൻ്റർനെറ്റ് ഫ്രീ ആയിട്ട് കൊടുത്തെല്ലാം ഇതിൻ്റെ മുമ്പിലാണ്. മനുഷ്യൻ്റെ ബുദ്ധി മരവിപ്പിക്കുകയും മനുഷ്യൻ്റെ ബുദ്ധി ഡൈവേർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പണിയാണ് ആരെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വഴിയായിട്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് യുവാക്കളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം രൂക്ഷ വിമർശനം ഉയർത്തി സ്ഥാനാർത്ഥിക്കെതിരെ. അത് തെറ്റായി പോയിന്ന് ഒരിക്കലും തോന്നിയിട്ടില്ലേ? എന്താണ് ഞാൻ പ്രപഞ്ച സത്യം? അത് വൈകാരികമായി പറഞ്ഞതാണോ അതോ മനഃപൂർവ്വം പറഞ്ഞതാണോ? ഒരു വൈകാരികതയും ഒരു മനഃപൂർവ്വം അതിലില്ല. അതൊരു വസ്തുതയാണ്. അത് സത്യസന്ധമായ എൻ്റെ ബോധ്യമാണ്, എൻ്റെ അനുഭവങ്ങളാണ്. നിലമ്പൂരിലെ ജനങ്ങൾ എന്നോട് ഈ കഴിഞ്ഞ 9 വർഷമായി പങ്കിട്ട് ഒരൊറ്റ കാര്യം കൂടിയും പറയാം. സത്യത്തിൽ 2016 ഞാൻ അവിടെ മത്സരിക്കുമ്പോൾ, ഷൗക്കത്തിനെതിരെ മത്സരിക്കുമ്പോഴുണ്ടായ വിരോധത്തെക്കാൾ വലിയ വിരോധം ഒരിക്കലും ഞാനിത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഈ ചർച്ച വരുമ്പോഴാണ് ആളുകൾ കമ്മിറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിരോധം കുറയേണ്ടതാണ്. വിരോധം കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, വെറും വിരോധം വർദ്ധിച്ചിട്ട്. വെറുതെ ഒരു വിരോധം, ഷൗക്കത്ത് വിരോധം. അതൊരു അങ്ങനെ ഒരു സാധനം അവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി പറഞ്ഞതാണ്. അത് 23-ാം തീയതി ഇൻഷാ അല്ലാഹ് വോട്ടെണ്ണുമ്പോൾ നമുക്ക് കാണാം. യെസ്, ഐ എം ഔട്ട് സ്പോക്കൺ എന്ന് തുറന്നു പറയുകയാണ് പി വി അൻവർ. ഏതായാലും പിണറായിസത്തെയും സതീശനസത്തെയും ഒരുപോലെ എതിർത്ത് പി വി അൻവറിനെ ജയിപ്പിക്കണം എന്നുള്ളതാണ് നിലമ്പൂരിൽ പി വി അൻവറിൻ്റെ മുദ്രാവാക്യം. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.